മനസ്സിലാവും. ആദ്യ 2 ദിവസത്തെ നേര് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. ആദ്യ ദിനം സിനിമ നേടിയത് കേരളത്തിൽ നിന്നും മാത്രമായിട്ട് 3,04,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച തീർച്ചയായും ഒരു ഇടിവ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സലാർ എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിട്ട് പോലും അത് വലിയ ഒരു ഇടിവായിട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ്. രണ്ടാം ദിവസവും സിനിമയ്ക്ക് ഏകദേശം 2.5 കോടിക്കടുത്താണ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് 2 ദിവസം കൊണ്ട് ഏകദേശം 5.5 കോടിയോളമാണ് കേരള കളക്ഷൻ മാത്രമായിട്ട് സിനിമ തൂക്കിയിരിക്കുന്നത്. ഇത് ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയുടെ ഒരു വിജയമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും വേറെ ഏത് നടനെ വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ഒരു വിജയം നേടണമെങ്കിൽ അത് വേറൊരു നടനും കഴിയില്ല, അത് മോഹൻലാലിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ എത്ര വലിയ ഗംഭീരമായിട്ടുള്ള സിനിമകൾ വന്നാലും ഇത്രത്തോളം കളക്ഷൻ കാണണമെങ്കിൽ ഒരുപാട് പണിയെടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഇവിടെ ഒരു കിടിലൻ പടം മോഹൻലാലിൽ നിന്ന് വരാൻ കാത്തിരിക്കുകയായിരുന്നു ഓരോ വ്യക്തികളും, ഓരോ പ്രേക്ഷകരും. ഇവിടെ അവർ ആഗ്രഹിച്ച പോലെ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ റെക്കോർഡ് തൂക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 5.5 കോടിക്കടുത്ത് നേടുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ഒരു സംഭവമല്ല. അതും വമ്പൻ റിലീസുകൾക്കൊപ്പം. അത് കേരളത്തിലെ വമ്പൻ റിലീസല്ല, വേൾഡ് വൈഡ് ആയിട്ടുള്ള വമ്പൻ റിലീസ്. അലാറിൻ്റെയൊക്കെ ബുക്കിംഗ് നമ്മൾ കണ്ടതാണ്. അത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏത് റേഞ്ചിലാണ് നേര് ഇന്ന് നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് അറിയാൻ കഴിയുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇതിനോടകം തന്നെ ഏകദേശം 9 കോടിക്ക് അടുത്ത് നേടിയിട്ടുണ്ടാകാം എന്ന് തന്നെ പറയാം. അതായത് രണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നില്ല. ആദ്യ ദിവസം സിനിമ ഏകദേശം 5.25 കോടി 5.5 കോടി ആ റേഞ്ചിലാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തത്. കേരള കളക്ഷൻ കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് ഏകദേശം 8 കോടിക്കടുത്ത് ആണ് ആദ്യ 2 ദിവസം കൊണ്ട്. അതായത് തീർച്ചയായും 9 കോടി 10 കോടിക്ക് മുകളിൽ തീർച്ചയായിട്ടും സിനിമ 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തു. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച മിന്നുന്ന പ്രകടനം തന്നെയാണ് സിനിമ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ 2 ദിവസത്തെ കളക്ഷൻ ചേരുന്നതായിരിക്കും 3-ാം ദിവസത്തെ കളക്ഷൻ. അതിൻ്റെ മുകളിലായിരിക്കും നാളത്തെ കളക്ഷൻ. നാളത്തെ ബുക്കിംഗ് ഒക്കെ ഇപ്പോഴേ ഗംഭീരമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇവിടെ മോഹൻലാലിൻ്റെ താണ്ഡവം തന്നെയാണ് കാണാൻ കഴിയുന്നത്. 100 കോടി ഉറപ്പിച്ചിരിക്കുകയാണ് നേര് എന്ന മോഹൻലാൽ സിനിമ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ആരൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ധൈര്യമായി കാണാം. അമ്മാതിരിയാണ്. പക്ഷേ ഇച്ചിരി വേർക്കേണ്ടി വരും നിങ്ങൾക്ക്, കാരണം ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയാണ്, സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.